ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ നല്ലൊരു ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബീഫിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ബീഫിൽ പിടിച്ച് കിട്ടുന്ന രീതിയിൽ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 വിസിൽ വരെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ബീഫ് ഒരു 85% കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ബാക്കി നമ്മൾ ദം ചെയ്യാൻ നേരത്ത് വെന്ത് കിട്ടും. ഓരോരുത്തരും ബീഫിൻ്റെ അനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 3 വിസിൽ അടിച്ചതിന് ശേഷം അതിൻ്റെ ഫുള്ള് പ്രഷർ പോയതിന് ശേഷം ഞാനിതൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബീഫൊക്കെ ഒരു 85% വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 3 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു 10 പച്ചമുളക് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് എരിവിനായിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ചിട്ട് മുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്ന വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 2 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കുറച്ച് പുതിനയുടെ ഇല കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയുടെ ഇല കൂടിപ്പോകാതെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും, അല്ലെങ്കിൽ അത് ബിരിയാണിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി വന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയുടെ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ബീഫ് വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ബീഫിൽ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫിൽ വെള്ളം കുറവായതുകൊണ്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുളിയും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ മസാല പിടിച്ച് കിട്ടാനായിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ മസാലയും ബീഫൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കേണ്ടത്. നമ്മൾ ഒരുപാട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ദം ചെയ്യാൻ നേരത്ത് അതിൻ്റെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ബിരിയാണിയിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 2 സവാള നല്ല സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങണ വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കാഷ്യും റൈസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതുകൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ സവാളയും കാഷ്യും റൈസൻസും ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി റൈസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വച്ചിട്ടുണ്ട്. റൈസ് നമ്മൾ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കുറച്ച് കൂടുതൽ വെള്ളം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം.
5 ഏലക്ക, 3 പീസ് പട്ട, 4 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് വെള്ളത്തിൽ കുറച്ച് മുന്തി നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ കഴുകി വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി നമ്മൾ കുതിർത്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴുകിയതിന് ശേഷം നേരിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റൈസ് ഒരു 80% വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ റൈസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 80% വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മസാലയുടെ മുകളിലിട്ട് വേവിച്ചെടുത്തിട്ടുള്ള റൈസിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഇനി അത് എല്ലായിടത്തും ആവണ രീതിയിലൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പുതിനയുടെ ഇലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒണിയനും കാഷ്യൂ റൈസൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള റൈസ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നല്ല പോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒണിയനും കാഷ്യൂ റൈസൻസ് എല്ലാം ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അവസാനമായിട്ട് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടച്ചു കൊടുക്കാം. ഇതിൻ്റെ ചൂടൊന്നും പുറത്തു പോകാത്ത രീതിയിൽ നല്ല പോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് അടച്ചു കൊടുക്കാം. ഇനി ഇത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റോളം ഒന്ന് ദം ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റൈസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബീഫ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മസാല സെപ്പറേറ്റും റൈസ് സെപ്പറേറ്റ് ആയിട്ടും സെർവ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്തും എടുക്കാവുന്നതാണ്. ഞാനിവിടെ മസാലയും റൈസും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇപ്പം നമ്മുടെ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ സാലഡും പിക്കിളും പപ്പടവും ഒക്കെ കൂടി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.